തിരുവനന്തപുരം നെയ്യാറ്റിൻകര പൂവത്തൂർ മുട്ടക്കാവ് ഇടതുകര കനാലിലാണ് രാവിലെ സ്കൂൾ വാഹനം മറിഞ്ഞത്. പൂവത്തൂർ LPSലെ വാഹനമാണ് മറിഞ്ഞത്. ഏകദേശം 21 കുട്ടികളാണ് ഈ ബസ്സിലുണ്ടായിരുന്നത്. എന്തായാലും ഈ വാഹനത്തിന്റെ ഡ്രൈവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താ പേരെന്താണ്? സ്റ്റാലിൻ രാജ്. എന്താണ് രാവിലെ സംഭവിച്ചത്? എന്താണ്? രാവിലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമായിരുന്നു. അവിടെ ഒരു പാലമുണ്ട്, അവിടെ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ എടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് സ്റ്റിയറിംഗ് കട്ടായി. സ്റ്റിയറിംഗ് കൺട്രോൾ ഇല്ലാതെയാണ് കനാലിലോട്ട് മറിഞ്ഞത്. ഈ വാഹനം സ്ഥിരമായി ഈ സ്കൂളിൽ ഓടുന്ന വാഹനം തന്നെയാണ്? സ്ഥിരമായിട്ട് ഈ സ്കൂളിൽ ഓടുന്ന വണ്ടിയാണ്. ഞാനാണ് സ്ഥിരമായിട്ട് ഡ്രൈവറായിട്ട് വരുന്നത്. ഈ കാണുമ്പോൾ ഒരു പഴയ ഒരു മഹീന്ദ്രയുടെ വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിന്റെ ഫിറ്റ്നസ് ഒക്കെ എങ്ങനെയാണ്? ഫിറ്റ്നസ് എല്ലാം പക്കയാണ്. വണ്ടി ടെസ്റ്റും ഒരു മാറ്റമില്ല, ഒരു കംപ്ലൈൻറ്റില്ല, കാര്യങ്ങളില്ല, ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. അപ്പോൾ ഈ വാഹനം മറിഞ്ഞ ഉടനെ പാനിക്കായിരിക്കാം. സ്വാഭാവികമായിട്ട് കുട്ടികളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. തുടർന്ന് നിങ്ങളുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു? നല്ലതുപോലെ പാനിക്കായി. എല്ലാ പിള്ളേരെയും ഞാനും ആയയും കൂടി ചേർന്ന്, ഇവിടെ നാട്ടുകാർ ഒരു 3-4 പേര് കൂടെ ഉണ്ടായിരുന്നു. ഒപ്പം ചേർന്ന് കുട്ടികളെ വണ്ടിയുടെ മുകളിൽ കയറ്റിയിട്ട് റോഡിലോട്ട് കയറ്റി. അപ്പോൾ കുട്ടികളുടെ അവസ്ഥ എന്തായിരുന്നു? കുട്ടികൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപകട സാധ്യത കൂടുതലുണ്ടായിരുന്ന 3 കുട്ടികളെ ആദ്യമായിട്ട് ഓട്ടോയിൽ കയറ്റി വിടുകയും ബാക്കിയുള്ള കുട്ടികളെ ആംബുലൻസ് വന്ന് കൊണ്ടുപോവുകയും ചെയ്തു. എല്ലാ കുട്ടികളെയും കാരക്കുളം CSE മെഡിക്കൽ കോളേജിൽ ചേർത്തിട്ടുണ്ട്. എല്ലാ ചെക്കപ്പും കഴിഞ്ഞിട്ടാണ് അവരെ പേരൻസിന് കൈമാറിയിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് അവസ്ഥ? കുട്ടികളുടെ അവസ്ഥ എന്താണ്? അന്വേഷിച്ചിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ കുട്ടികളും സേഫാണ്. തീർച്ചയായും. അതായത് സമയോചിതമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ നാട്ടുകാരുടെ അതുപോലെ തന്നെ ഡ്രൈവറുടെ സ്റ്റാലിൻ്റെ ഭാഗത്തും ഉണ്ടായി എന്നുള്ള. കാരണം അപകടം നടന്നുടൻ തന്നെ പാനിക് ആയെങ്കിൽ പോലും ആയയും അതുപോലെ തന്നെ ഡ്രൈവറും ഇടപെട്ട് ഈ കുട്ടികളെ വാഹനത്തിന് മുകളിലേക്ക് ഒരു വശത്തേക്ക് കയറ്റി നിർത്തുന്നു. പക്ഷേ ഒരു കുട്ടി വെള്ളത്തിൽ അടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ആ കുട്ടിയെ സമയോചിതമായി തന്നെ ഇടപെട്ട് കരക്കെത്തിച്ചു. 3 കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അവരെ അടിയന്തരമായി തന്നെ ഓട്ടോറിക്ഷയിൽ കയറ്റി ആശുപത്രിയിലേക്ക് അയക്കുകയും ചെയ്തു. ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.